MES കോളേജിനകത്താണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഈ വോട്ടെണ്ണലിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ നടന്ന ഈ വോട്ടെണ്ണൽ പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ 1 മുതൽ 4 വരെയുള്ള വാർഡുകൾക്കകത്ത് എണ്ണിയ പോസ്റ്റൽ വോട്ടുകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് LDFൻ്റെതായി വരുന്ന ഒരു പോസ്റ്റൽ വോട്ടുകൾ പോലും അതിനകത്ത് എണ്ണുന്ന സ്ഥിതി ഉണ്ടായില്ല. അത് കൃത്യമായി നമ്മൾ പരിശോധിച്ച സമയത്ത് എന്നാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുള്ള കൃത്യമായ പോസ്റ്റൽ വോട്ടുകളെല്ലാം ആ രീതിയിൽ എണ്ണുന്ന സ്ഥിതി ഉണ്ടായി. അപ്പൊ ഞങ്ങൾ ഇത് ചോദ്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. ആറോയോട് ഞങ്ങൾ ചോദിച്ചു, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഞങ്ങളുടെ പോസ്റ്റൽ വോട്ട് കാണാതായിട്ടുണ്ട്, അതിന്റെ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് തരാം, ഓരോ പേരടക്കം വാർഡുകളിൽ നിന്നുള്ള പേരടക്കം ഞങ്ങൾ തരാമെന്ന് ആവശ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ അതിലെടുത്തൊരു സമീപനം വളരെ മോശകരമായിക്കൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റൽ വോട്ട് കൂടെ ഇല്ല, ഇത്ര പോസ്റ്റൽ വോട്ടുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ, അങ്ങനെ ആ രീതിയിലേക്ക് നമ്മളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ പോസ്റ്റൽ വോട്ടിന്റെ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഞങ്ങൾ താഴത്ത് ബ്ലോക്ക് ആർഒയുടെ അടുത്ത് പോയി ബ്ലോക്ക് ആർഒയോട് ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു. സൂചിപ്പിച്ച ആ ഓഫീസിൽ നിന്നും പറഞ്ഞത്, ഇങ്ങനെ ഇവിടെ വന്ന മുഴുവൻ പോസ്റ്റൽ വോട്ടുകൾ ഞങ്ങൾ മുകളിലേക്ക് അയച്ചിട്ടുണ്ട്, ഒരു പോസ്റ്റൽ വോട്ട് പോലും ഇവിടെ ഇല്ല എന്ന സ്ഥിതിയിലേക്കാണ് അവർ പറഞ്ഞ സ്ഥിതി ഉണ്ടായത്. എന്നാൽ ഞങ്ങൾ പറഞ്ഞു മുഴുവൻ ലിസ്റ്റുകൾ തരാം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ ഞങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായിക്കൊണ്ട് 10 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് യെഡിയൂരിലെ ആർഒ തിരിച്ച് ഇതേ റൂമിലേക്ക് എത്തി പറയുകയാണ്, ഇവിടെ പോസ്റ്റൽ വോട്ട് തിരികെ കിട്ടിയിട്ടുണ്ട്, ഒരു കെട്ട് പോസ്റ്റൽ വോട്ട് അത് ഇടതുപക്ഷത്തിന്റെ അവിടെ മാറിക്കടന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കളിയാണ് ഇവിടെ നടക്കുന്നത്, പല ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ കളിയാണ്. ഇങ്ങനെ ഈ രീതിയിലേക്ക് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങളുടെ അവകാശത്തെ ഈ രീതിയിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന, ഇങ്ങനെ രാഷ്ട്രീയ കളി കളിക്കുന്ന ഇദ്ദേഹത്തിനെതിരായ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇനി ഇതിൽ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ, ഇദ്ദേഹത്തെ മാറ്റി നിർത്താതെ, ഇദ്ദേഹത്തിനെതിരെ കർശനമായ നടപടിയെടുക്കാതെ ഇവിടെ ഇനി വോട്ട് എണ്ണേണ്ടതില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു സുതാര്യത പോലും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്, ഈ ആറോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഏറ്റവും വലിയ വഞ്ചനയാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പോസ്റ്റൽ വോട്ടുകൾ കെട്ടുകണക്കിന് അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയി വെച്ച് ഞങ്ങളെ പ്രശ്നക്കാരെ ചോദ്യം ചെയ്യുന്ന ആളുകളെ മോശക്കാരാക്കുകയും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ന്യായീകരിക്കപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. ഇദ്ദേഹത്തിനെതിരെ കർശനമായ നടപടി എടുക്കണം. ആ നടപടി എടുത്താൽ മാത്രമേ തുടർന്നും വോട്ടെണ്ണാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ടാവുള്ളൂ, ഞങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്.